നമസ്കാരം. ഉങ്ങളുടെ മഴപ്പിൽസ് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. കയറ്റിയപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ താഴെ ഇടുമെന്ന്. അതിനതുപോലെ ഇന്നും ഇട്ടായിരുന്നു. ചെന്നൈ വന്നു, താഴെ ഇട്ടു. 95 പോയിന്റ് ഇല്ലാതെ പോയി. എന്തെന്ന് വെച്ചാൽ നമ്മൾ റംബ് ഭാഗ്വാദർ ചുമ്മാ ഇരിക്കാതെ ഒരു പാട്ട് പാടിയിരിക്കുന്നു. റംബ് ഭാഗ്വാദർ എന്ത് പാടിയെന്ന് വെച്ചാൽ, ഇന്ത്യ ഞാൻ പറഞ്ഞതിനൊന്നും കേട്ടില്ല. ഓയിലൊക്കെ വാങ്ങുന്നു. റഷ്യൻ ഓയിൽ വാങ്ങി ഉക്രൈനിൽ ഒരുപാട് ആൾക്കാർ ചാവാൻ ഇന്ത്യ തന്നെ കാരണം. എല്ലാം അവർക്ക് ഞാനൊരു വലിയ ഫൈൻ ഇടാൻ പോകുന്നു. നമ്മൾ ഇത്തരത്തിൽ എന്തൊക്കെ പറയുന്നു വെച്ചാൽ ഇതിനെക്കുറിച്ച്, അമേരിക്ക നമ്മുടെ എതിരിയാണ്, റഷ്യൻ ഓയിൽ വാങ്ങുന്നത് തെറ്റ എന്നൊക്കെ ചോദ്യം ജനങ്ങളിടമുണ്ട്. ഞാൻ എനിക്ക് ചോദിക്കുന്നത് വെച്ചാൽ, റഷ്യൻ ഓയിൽ വാങ്ങുന്നത് തെറ്റല്ല. റഷ്യൻ ഓയിൽ വാങ്ങിയെങ്കിൽ യമനിലെ കൊടുക്കുന്നു. ഏതും തന്നെയല്ലോ പാവമായി കാശും പണവും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കെന്തിൽ ജനങ്ങളിൽ എന്തിരിത്തിൽ. സോ ഏതൊന്നും വേണ്ടി നിങ്ങൾ ഇന്ത്യക്കും യു എസ് ഇടയ്ക്കും ചണ്ടയിടണം എന്നത് ന്യായമല്ല. നിങ്ങൾ നോക്കുകയെങ്കിൽ A1 ടോട്ടൽ റിഫൈൻഡ് കണ്ടന്റിൽ ഇത്രയും റഷ്യൻ ഓയിൽ വാങ്ങിയിരിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചോ. അതിനുശേഷം നമ്മൾ IOCL, BPCL, HCL, HPCL ഒക്കെ നോക്കിയെങ്കിൽ വളരെ ചിക്കൻ ലെവലിലാണ് റഷ്യൻ ഓയിൽ വാങ്ങിയിരിക്കുന്നു. കാശ് എവിടെ പോലും എന്ന് ചോദ്യം ചോദിക്കരുത്. അല്ലാതെ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ദേശദ്രോഹി എന്ന് പറയും. കാശ് എവിടെ പോയി? നമ്മളെന്നാ അമേരിക്കനെ എതിർക്കുന്നതിൽ കറക്റ്റായിട്ട് എതിർക്കണം. പക്ഷേ റഷ്യ വാങ്ങി ജനങ്ങൾക്ക് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് അമേരിക്കയും പകച്ചുകൊണ്ട് തിരുപ്പൂരിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ടീഷർട്ട് ബനിയൻസ് ഒക്കെ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാതെ കഷ്ടപ്പെടണം? കെമിക്കൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാതെ കഷ്ടപ്പെടണം? ഇന്ത്യയുടെ എക്സ്പോർട്ട് ജെംസ് ജുവലറിക്ക് എന്തുകൊണ്ടാണ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാതെ കഷ്ടപ്പെടണം? ഈ കച്ച എണ്ണയിൽ ഇതിന് ചീപ്പാണ് വാങ്ങിയ ലാഭം ആർക്കാണ് പോയതെന്ന് ചോദിക്കരുത്. A1 തന്നെ പോയി. ഇതും അല്ലാതെ നൈര എന്ന് പറഞ്ഞ് ഇങ്ങനൊരു കമ്പനി പോയിരിക്കുന്നു. നൈര സാധാരണ കമ്പനിയെ സോഫ്റ്റ്വെയർ റിഫൈനറിക്കുന്ന സമയം നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പൂ പറിച്ചുകൊണ്ടിരുന്നു. അത് കാരണം ഈ രണ്ട് പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടി എന്താണ് നാട്ടിൽ ഒരാൾ പ്രശ്നത്തിൽ ഇരിക്കണം. അതാണ് സിമ്പിൾ പോയിന്റ്. നമ്മൾ അമേരിക്കയെ എതിർക്കണം, അമേരിക്കയുടെ മുമ്പേ സറണ്ടർ ആകരുത്. കണ്ടായ ഒരു പോയിന്റ് തന്നെ. അങ്ങനെ ഇരുന്നാലും ചൈനയുടെ ബെനിഫിറ്റ് നമ്മൾ ജനങ്ങൾക്ക് കൊടുത്തിട്ട് വളരെ ടപ്പായിട്ട് ചണ്ടയിടാൻ മേലോ തന്നെ എന്തിനു ചോദിക്കണം. എനിവേ അത് മാർക്കറ്റിൽ മനസ്സിലായി. മാർക്കറ്റ് കാരണം ട്രാഡ് ഇറങ്ങി ഈ വീൽ ഡിഫറെൻ്റ് ആയിട്ട് സംസാരിച്ചാലും മാർക്കറ്റ് വേറെ ഒരു നോട്ടത്തിലാണ് നോക്കുന്നത്. ₹100, ₹87 വരയ്ക്കും ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഓക്കെ സമയമാണിത്. ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വന്ന് തിരികെ കയറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. 8781 സ്വർണം റോക്കറ്റിൽ കയറി 9,370 റുപ്പീസിലിരിക്കുന്നു. ₹75 കയറിയിരിക്കുന്നു ഇവിടെ. അത് എന്തും വെച്ചാൽ 24 ക്യാരറ്റ് ഗോൾഡ് 10,700 അടുത്ത് നെരുങ്ങിയായിരുന്നു. இன்னொரு ₹10 ഇറങ്ങിയതാൽ ₹10 മീതി ഇപ്പം എടുത്തിട്ട് വാ. നോക്കുമ്പോൾ 9,380 ആൽമോസ്റ്റ് നോക്കുന്ന സമയം സോന പറഞ്ഞതുപോലെ സ്വർണം ഈ ലെവലിൽ ഇരിക്കും. അടുത്ത 12 മാസത്തിൽ 15% റിട്ടേൺ ഗ്യാരണ്ടിയാണ്. ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ പോറിട്ടേ ഇരുന്നെങ്കിൽ വെച്ചോ ഒരുപാട് സെഞ്ചുറിയെ നോക്കി പോവും. സ്വർണം ഇവിടെ തന്നെ ഇരുന്നാലും നമ്പർ 10 ക്രോസ് ചെയ്യും. ഇതിൽ തന്നെ റിയാലിറ്റി. ഇതൊക്കെ തീർന്നു, മാർക്കറ്റ് വീഴുന്നു. നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കാം. കോഫോർജോ എന്ന് പറയുന്ന ഒരു കമ്പനി ഇരിക്കുന്നു. അവരെന്ത് പറയണമെന്ന് വെച്ചാൽ NIT ഇരുന്ന് വന്ന കമ്പനിയാണ്. വളരെ കോസ്റ്റ്ലി കമ്പനി. 70 ടൈംസ് ഗേണിങ്സ്. നമ്മുടെ വാൾ അവരെ നോക്കരുത്. ആ കമ്പനി അതെന്ത് പറയുന്നു? നിങ്ങൾക്ക് തനി ഹെഡ്ജ് ഇരിക്കുന്നു, നിങ്ങൾ മറ്റാൾക്കാരോട് ഔട്ട് പെർഫോം ചെയ്യും. ഇതുപോലെ പറഞ്ഞാണ് എലിക്ക് പൊറി വയ്ക്കുന്നത്. ആ പൊറിയിൽ നമ്മളിപ്പോൾ അകപ്പെടരുത്. കെയർഫുൾ ആയിട്ടിരിക്കണം. അടുത്തത് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ രാജീവ് ആനന്ദിന് ഇരിക്കുന്നു. അവർ വന്നിട്ട് ആക്സിസ് ബാങ്കിലാണ് റിട്ടയർ ആയത്. ഇത് പെട്ടെന്ന് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ചേർന്നു. ഇത് രാവിലെ 5% അറപ്പ്. കാരണം 840 രൂപയുടെ ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഓർക്കിക്കോ ലാഭത്തിന് കണ്ടു എത്തിട്ടോ. ഇവർ ഇന്നും 3 വർഷത്തെ ടേമിന് ഇരിക്കും. ഇന്ന് പേരിൽ ആദ്യത്തെ പേരെ അപ്രൂവ് ചെയ്തിരിക്കുന്നു. ഈ സമയം $3.5 ബില്യൺ അകത്ത് വിട്ടുവാങ്ങിയ RBI പ്രോബ്ലം ഒക്കെ ഒരു വഴിയായിട്ട് സോൾവ് ആകും. ഇൻഡസ്ഇൻഡ് ബാങ്ക് കയറും. അടുത്ത ഇമ്പോർട്ടൻറ്റ് ന്യൂസ് നമ്മുടെ ഫെഡറൽ ബാങ്കിനെ കുറിച്ചാണ്. ഫെഡറൽ ബാങ്കിൻ്റെ റിസൾട്ട് വന്നിട്ട് പ്രോഫിറ്റ് ഇല്ലാതെ 10% താഴെ ഇറങ്ങിയിരിക്കുന്നു. ഈ സ്രോവിച്ചിങ് കാരണം ഇറങ്ങിയിരിക്കുന്നു. ഇനി ഞങ്ങൾ ഗോൾഡ് ലോണിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ചെറിയ ആൾക്കാർക്ക് ലോൺ കൊടുക്കും. 2027 ടോപ്പ് 5 വരും എന്ന് പറയുന്നു. ഇങ്ങനെ ഇരുന്നാലും മാർക്കറ്റ് 5% അടിച്ച് അത് താഴെ ഇറങ്ങിയിരിക്കുന്നു. വാല്യൂ 1.3 ടൈംസ് ഇരിക്കുന്നു. 1, 2 എന്നൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാം.
എങ്ങനെ IDFCയോ അതുപോലെ തന്നെ KVSC, വനിയൻ, കോട്ടാക് മഹേന്ദ്ര ബാങ്കിനെ ഇത്രയും ദൂരം വളർത്തതിൽ അവർക്കൊരു വലിയ റോളുണ്ട്. അന്തി ഏകാംബരത്തിൻ്റെയാണ്. കടൈസി നിമിഷം, അതായത് 51 സമയം നോക്കി വെളിയിലൊരു 4 കൊണ്ടുവന്നിരിക്കുന്നു. കാരണം KIC മിനിയൻ സൗത്ത് ഇന്ത്യക്ക് തിരികെ വന്നിരിക്കുന്നു. കാരണം നിങ്ങൾ മണിയുടെ മേളിൽ ബെറ്റ് കിട്ടുന്നു എന്നാൽ അങ്ങനെ സമയം കൊണ്ട് നിങ്ങൾ 1-2 എന്ന് കൺസിഡർ ചെയ്യാം. ഇതെന്ന് വെച്ചാൽ മുമ്പേ ഇരുന്ന എല്ലാ ബാഡൻസനെയും കംപ്ലൈൻ്റ് ആയിരിക്കുന്നു. ഫെഡറൽ ബാങ്കിൻ്റെ നല്ല കാര്യം എന്തെന്ന് വെച്ചാൽ ശ്യാം ശ്രീനിവാസന്റെ ശേഷം ഇനിയൊരു നല്ല മാനേജർ വന്നിരിക്കുന്നു. അടുത്ത ന്യൂസ് നമ്മുടെ HDFC ബാങ്ക് കുറിച്ചാണ്. ഇതിൽ എന്തെന്ന് വെച്ചാൽ വൈദ്യനാഥൻ അയ്യർ എന്നൊരാളിരിക്കുന്നു. അവർ തന്നെ CF ആയിട്ടിരിക്കുന്നു. അവരാവശ്യമില്ലാതെ വായ വിട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ 0.1% ഞങ്ങൾ കുറച്ചാലും ക്രോസ് ഓഫ് തെറ്റിക്കുന്ന 0.2% കുറയ്ക്കുന്നത് പോലെ ആകും. ഇത് രണ്ട് വരുന്ന കാരണത്താൽ ഇൻട്രസ്റ്റ് പ്ലസ് മാർജിൻ കുറഞ്ഞു എന്ന് പറയുന്നു. ഇങ്ങനെയാണ് ഇന്ന് മാർക്കറ്റിൽ കല്ലിനെടുത്ത് തലയിലിട്ടത്. അതിനുശേഷം ഒരു ജപ്പാൻ കമ്പനി വന്നിരിക്കുന്നു, നെറോലാക്ക് എന്ന്. ആ ജാപ്പനീസ് കമ്പനി എന്ത് പറയുന്നു വെച്ചാൽ എന്ത് പഠിച്ചാലും 7% ഗ്രോത്ത് ഒക്കെ ഇന്ത്യയിൽ വരുന്നില്ല. നെറ്റ് പ്രോഫിറ്റ് കിടപ്പിലാണ്. ഇപ്പോൾ 4% കുറഞ്ഞു എന്ന് പറയുന്നു. ഇതിനെല്ലാം ഇടയ്ക്ക് ടാറ്റ ക്യാപിറ്റൽ വന്ന് IPOയ്ക്ക് പ്രോസസ് ഇട്ടിരിക്കുന്നു. ഇതിൽ ടാറ്റ ക്യാപിറ്റലിന് കുറേ ഷെയർസ്, IFCI കുറേ ഷെയർസ്, പിന്നെ പുതു ഷെയറും ചേർത്ത് അനൗൺസ് ചെയ്യാൻ പോകുന്നു. അതിന് ശേഷം ടാറ്റയുടെ ഷെയർ 75% കുറച്ച് താഴെയിരിക്കും. ഈ കമ്പനിക്ക് പെട്ടെന്ന് പബ്ലിക് ഇഷ്യൂ വരാൻ പോകുന്നു. പബ്ലിക് ഇഷ്യൂവിനെ കുറിച്ച് സംസാരിക്കുന്ന സമയം നിങ്ങൾക്ക് വാണിംഗ് തരാൻ എനിക്കൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ആദ്യം വന്നിട്ട് NSDL അൺലിസ്റ്റഡ് ഷെയർസിൽ IFCയും IDBIയും HDFC ബാങ്കും IDBIയും നിങ്ങളെ തലയിൽ 1600 രൂപ തെറ്റിക്കൊണ്ട് 800 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്ത് 100 രൂപ പ്രീമിയം ലിസ്റ്ററായി നിങ്ങളെ വീട്ടിൽ നയിച്ചു. അതുപോലെ HDB ഫിനാൻസിലെ മാപ്പ് ചെയ്തു. HDFC NSDLിലെ മാപ്പ്, HDB ഫിനാൻസിലെ മാപ്പ് ഇപ്പോൾ അടുത്ത് NSCയിൽ അവയ്ക്കാൻ പോകുന്നു എന്ന് തോന്നുന്നു. ടാറ്റ ക്യാപിറ്റലിൻ്റെ മാപ്പ് ഇരിക്കുന്നു എന്ന് തോന്നുന്നു. ഓക്കെ, അൺലിസ്റ്റഡ് ഷെയർസ് ഇതൊരു വലിയ പ്രോബ്ലമാണ്. വളരെ ശ്രദ്ധിക്കണം. എന്തെന്ന് വെച്ചാൽ മാർക്കറ്റ് എന്ത് നിലമയിലിരിക്കുന്നോ ആ നിലമയിൽ തന്നെ നമുക്ക് ഇതാണ്ട് പറ്റും. ചില ആവശ്യമില്ലാതെ 3 ടൈംസ് ബുക്ക്, 4 ടൈംസ് ബുക്ക്, 6 ടൈംസ് ബുക്ക് എന്ന് ടാറ്റ ക്യാപിറ്റൽ കൊടുക്കുന്ന വാങ്ങുന്നത് അത് മ്യൂവൽ ടാറ്റയെ ചണ്ട പിടിച്ചിട്ട് കാര്യമില്ല. ഇത് കാരണം കെയർഫുള്ളായിട്ടിരിക്കണം. മാർക്കറ്റ് വീക്കായിരിക്കുന്ന സമയത്തിൽ വലിയ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടണമെങ്കിൽ കുറച്ച് റേറ്റിലാണ് വിൽക്കണം. ആ ഡീറ്റെയിൽസ് ഒക്കെ ഇന്ന് വന്നില്ല. ഡീറ്റെയിൽ വന്നതിന് ശേഷം ഞാൻ പറയാം. ടാറ്റയുടെ വൺ ഓഫ് ദി മെയിൻ ഹോൾഡിംഗ് കമ്പനിയുടെ പേര് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ ആണ്. ഇതിൽ 164 ടൈംസ് ഏർണിങ്സ് ഇരിക്കുന്നു. പോകുന്ന കമ്പനിയാണ്. വാല്യൂ 1:1.3 ഇരിക്കുന്നു. ഈ കമ്പനി 1:10 കിട്ടാൻ പോകുന്നു. ഇന്നും റെക്കോർഡ് ഡേറ്റ് പറഞ്ഞിട്ടില്ല. റെക്കോർഡ് ഡേറ്റ് പറഞ്ഞതിന് ശേഷം 1:10 കിട്ടും. 7,000 മുകളിൽ ഇരിക്കുന്ന ഷെയർ 700 രൂപയ്ക്ക് വരും. സോ ദാറ്റ് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ കൂടുതൽ വരാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് വെളിയിൽ വിടുന്നതാണ് ബെറ്റർ. എന്തെന്ന് വെച്ചാൽ വളരെ കോസ്റ്റ്ലിയായ കമ്പനിയാണ്. ശരി, ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെരുന്തലൂർ ബിബിഷ ഹെറ്റാവിനെ കൊടുത്ത് സംസാരിക്കാനിരിക്കാൻ പറ്റത്തില്ല. ഫോറിൻ കൺട്രീസിൽ ബിബിഷ ഹാത്തയെ കുറിച്ച് ന്യൂസ് വന്നിട്ടുണ്ട്. ഒരു 2 മാസത്തിൽ 15% കറക്റ്റായിരിക്കുന്നു. എന്തുകൊണ്ട് കറക്റ്റായെന്ന് നോക്കിയാൽ ഈ അപ്പൻ വന്നിട്ട് $3 ബില്യൺ നോൺ ക്യാഷ് റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്നു. വാല്യുവേഷനെ ഗ്രാഫിക്സിൽ കുറച്ചിരിക്കുന്നു. മുമ്പേ ഒരു റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടാമത്തതാണ്. ആളെ പബ്ലിക്കായിട്ട് ഗുസ്റ്റായി തോന്നിയെങ്കിൽ വലിയ റൈറ്റ് ചെയ്യുന്നുണ്ട്. 2024 ശേഷം നിയർലി $400 ബില്യൺ ക്യാഷാ വച്ചിരിക്കുന്ന അപ്പൂപ്പൻ അമേരിക്കൻ ഗവൺമെൻറ്റിന് കടം കൊടുക്കുന്നതേ അല്ലാതെ വളരെ ഷെയറിനെ തിരികെ വാങ്ങുന്നില്ല. ഡിവിഡൻഡും കൊടുക്കുന്നില്ല, ഷെയറിനെയും വാപ്പസ് വാങ്ങുന്നില്ല. ഇതുപോലെ ലോസിനെയും റൈറ്റ് ഓഫ് ചെയ്യുന്നു എന്ന ഒരു വെറുപ്പിൽ ജനങ്ങളും വളരെ വിഷമത്തിലാണ്. ഇത് കാരണം 3% അടിച്ചിട്ടുണ്ട്. ഇത് കാരണം ഈ സമയം 1.5 ടൈംസ് ബുക്കാണ്. FMCGയിൽ ഒരുപാട് FMCGനെ അപ്പൂപ്പൻ വച്ചിരിക്കുന്ന കാരണം FMCGയിൽ വാല്യൂ ബൈ സ്റ്റോക്കായി കുറഞ്ഞുകൊണ്ടേ പോകുന്നു. ഇത് കാരണം അപ്പൻ്റെ സ്റ്റോക്ക് താഴെ വീണിരിക്കുന്നു. അമേരിക്കയിലോ വെളിനാട്ടിലോ ഇരുന്നാൽ ഇന്ന് 2 വാങ്ങി വച്ചിരിക്കുന്നതിൽ തെറ്റല്ല. അപ്പൂപ്പൻ്റെ ഹിസ്റ്ററിയെ നമ്മൾ മറക്കരുത്. ഇന്റർനെറ്റ് ബബിൾ ആയ സമയം അപ്പൂപ്പൻ്റെ സ്റ്റോക്ക് 50% വീണായിരുന്നു. ഇന്റർനെറ്റ് സ്റ്റോക്ക് പരമടല പ്രേറി. അതുപോലെ തന്നെ ഈ ഏബൂൺ കയറും. എയിൽ കാറ്റ് ഇറങ്ങാൻ മാർക്കറ്റിൽ അപ്പൂപ്പൻ സ്റ്റഡി ആയിട്ട് മുകളിൽ കയറും. കാരണം ഞാൻ ആ ബുക്കാണ് മറക്കരുത് എന്നാണ് ഞാൻ പറയുന്നു. എല്ലാവരും ഈ ആൻഡ്രിയ മുല്ലർ എന്ന ആൾ ഡിസംബറോടെ നിങ്ങൾ പോയിട്ട് വരാം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന് ബദലായിട്ട് ആരെ ഇതാമെന്ന് നോക്കിയാൽ ബാലാജി ഞാനേ ഇരിക്കാം എന്ന് പറഞ്ഞ് അവരെ തന്നെ ഇട്ടിരിക്കുന്നു.
വി ബാലാജി ഹിന്ദുസ്ഥാൻ യൂണിലിവറിൽ ഒരുപാട് ദിവസം ഇരുന്നു. இந்த சிஎஃப்ஓ ஆயிட்டான இருந்தது 2017 അവർ തുർക്കി മോട്ടോഴ്സിലിട്ട് ടാറ്റ മോട്ടോഴ്സ് ഹീറോ ക്രിക്കറ്റ് കമ്പനി ആകാൻ ഒരു വലിയ കാരണമായി തീർന്നു. ഉദാഹരണം പി.വി. ബാലാജി ഫസ്റ്റ് ഇന്ത്യൻ CLS ജയിലർ ആകുമെന്ന് പറയുന്നത് നവംബർ മാസം പദവി ഉയർത്തുമെന്നാണ് പറയുന്നത്. മദ്രാസ് AITയും IIM കൽക്കട്ടയിലും പഠിച്ച പി.വി. ബാലാജി ആദ്യത്തെ ഇന്ത്യൻ CEO ഓഫ് JLR NBFCL ഒക്കെ എന്ത് പറയണമെന്ന് വെച്ചാൽ അങ്കിൾ പൈ കതറുന്നു. ഈ ബാങ്കിന് മാത്രം നിങ്ങൾ വലിയ ഡീലിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നു. ലാബ് കറണ്ട് കൊടുത്ത് റേഷ്യോ റിസ്ക് ഒക്കെ കുറച്ച് വച്ചിരിക്കുന്നു. ഇതിനടുക്ക് 125% റിസ്ക് വച്ചിരിക്കുന്നു. വളരെ കഷ്ടമായി തിരിക്കുന്നു. എങ്ങനെയെങ്കിലും കുറയ്ക്കുക പഠിച്ചാൽ എനിക്ക് ബെറ്റർ ആയിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഓവറാൾ ആ മാർക്കറ്റ് കിടപ്പിലാണ്. ഇൻഡെക്സ് മേളിൽ തൂക്കി വച്ചിരുന്നാലും ഏഷ്യൻ പെയിൻറ്റ്സ് 40% ഇറങ്ങിയിരിക്കുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ 2 മാസത്തിൽ 10-12% കയറിയിരുന്നാലും ഓവറാൾ അത് കിടപ്പിലാണ് ഇരിക്കുന്നു. നെസ്മയും കിടപ്പിലാണ്. HDFC ബാങ്കും ലോയിലാണ് ഇരുന്നു. മാർക്കറ്റ് മാത്രം മുകളിൽ കയറുന്നു. എന്ത് കാരണമെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇത് കാരണം ഇന്നും മാർക്കറ്റ് താഴെ ഇറങ്ങും. ഏർണിങ്സും വലുതായിട്ട് ഒന്നുമില്ല. ഇത് കാരണം നമുക്ക് ക്ഷമയോടെ ഇരുന്ന് ടിഫൻ കോഫി റേഞ്ചിൽ തന്നെ ഇരിക്കാം. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. പറ്റുമെങ്കിൽ ഈ വീഡിയോയിനെ നിങ്ങളുടെ സുഹൃത്തിനും നിങ്ങളെ ബന്ധക്കാർക്കും അയച്ച് അവരെ നോക്കാൻ പറയുക. നന്ദി, നമസ്കാരം.